ഇനി കപ്പ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഞാനത് അവിടെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും ചതച്ചിട്ടുണ്ട്. ഇത് മൂന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 വറ്റൽമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. മുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരുപാട് വഴറ്റണ്ട. പിന്നെ ഞാനിത് അവിടെ കുറച്ച് കപ്പ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് കട്ടിക്ക് തേങ്ങാപ്പാൽ കലക്കിയെടുത്തിട്ടുണ്ട്. കലക്കിയെടുത്ത് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി നല്ല കൊഴുത്ത പാലാവുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ഗ്രേവിക്ക് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് തേങ്ങയുടെ പാലാണെങ്കിൽ ഇത് ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പൊടി കലക്കിയ പാലാവുകൊണ്ടാണ് ഇതുപോലെ തിളപ്പിക്കുന്നത്. ഇപ്പം പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.